ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് അല്ലു അർജുനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ ജൂബിലി ഹിൽസിന്റെ വസതിയിൽ വെച്ച് കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ അല്ലു അർജുനെ കൊണ്ടുവരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് വലിയ രീതിയിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം അല്ലു അർജുൻ വലിയ രീതിയിലുള്ള താരാരാധന വലിയൊരു ആരാധക സംഘം തന്നെ ഉള്ള അത്ര വളരെ പോപ്പുലറായ സ്റ്റാറാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആരാധകരുടെ തിക്കോ തിരക്കോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷന് ചുറ്റും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജൂബിലി ഹിൽസിലെ വസതിയിൽ നിന്ന് ഇപ്പോൾ ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലു അർജുനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സന്ധ്യ തിയേറ്റർ എന്ന് പറയുന്ന ഹൈദരാബാദിലെ ഏറ്റവും പഴയ തിയേറ്റർ കോംപ്ലക്സുകളിൽ ഒന്നിൽ ഈ പുഷ്പ 2 റിലീസിന് തലേ ദിവസം നടന്ന പ്രീമിയർ ഷോക്കിടെ ആ പ്രീമിയർ ഷോ കാണാൻ അല്ലു അർജുനും കുടുംബവും ഈ സിനിമയുടെ ക്രൂ അംഗങ്ങളും ഒക്കെ എത്തിയിരുന്നു. അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വളരെ വൈകിയാണ് പോലീസിനെ ഈ വിവരം ഈ തിയേറ്റർ ഉടമകളും അതോടൊപ്പം തന്നെ സിനിമയുടെ ക്രൂ അംഗങ്ങളും അറിയിച്ചത്. അവസാന നിമിഷം അല്ലു അർജുൻ ഇവിടേക്ക് തുറന്ന ജീപ്പിൽ ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എത്തിയതോടുകൂടി ആ റോഡ്, അതായത് RTC ക്രോസ് റോഡ് എന്ന് പറയുന്ന ഈ സന്ധ്യ തിയേറ്ററുള്ള റോഡ് അടക്കം വലിയ രീതിയിൽ ജനസാഗരമായിരുന്നു. ആളുകളുടെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടാവുകയും ചെയ്തു. അതിനിടെ അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം ഈ തടിച്ചുകൂടിയ ആളുകളെ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് നേരെ കയ്യേറ്റം നടത്തി. സെൻട്രൽ സോൺ DCP വാർത്താ സമ്മേളനം വിളിച്ച് പ്രധാനമായും പറഞ്ഞ കാര്യം ഇതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അവസാന നിമിഷമാണ് ഇത്തരത്തിൽ അല്ലു അർജുനും മറ്റു ക്രൂ അംഗങ്ങളും രശ്മിക മന്ദാന അടക്കമുള്ള ആളുകളും തിയേറ്ററിലേക്ക് വരും എന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചത്. സന്ധ്യ തിയേറ്ററിന്റെ മുന്നിലുള്ള വഴി നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്. അതിൽ വലിയ രീതിയിൽ ആൾക്കൂട്ടം, ആളുകൾ തടിച്ചു കൂട്ടിയാൽ അത് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വഴിയാണ്. അവിടേക്ക് അല്ലു അർജുനെ പോലെ ഒരു താരം എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തിയേറ്റർ ഉടമകൾ ആ കാര്യം നേരത്തെ പോലീസിനെ അറിയിക്കണമായിരുന്നു. അതല്ലെങ്കിൽ ഈ അല്ലു അർജുന്റെ ടീം അല്ലെങ്കിൽ മൈത്രി മൂവി മേക്കേഴ്സ് എന്ന് പറയുന്ന പുഷ്പ 2 നിർമ്മാതാക്കൾ ഈ വിവരം അറിയിക്കണമായിരുന്നു. കാരണം അത്രയും ആഘോഷമായി നടത്തിയ ഒരു പ്രീമിയർ ഷോയാണ് ഇത്, അതും ഹൈദരാബാദ് നഗരത്തിന്റെ മധ്യഭാഗത്ത് വെച്ച്. ആ വിവരം കൃത്യമായി പോലീസിനെ അറിയിച്ചില്ല. അവസാന നിമിഷമാണ് അറിയിച്ചത്. അവിടെ ഗതാഗതം അടച്ചിട്ടിട്ട് പോലും ആളുകൾ തിങ്ങിക്കൂടിയത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കി. പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് അല്ലു അർജുന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ടീം ആളുകളെ കൈകാര്യം ചെയ്തതാണ് അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തതാണ് എന്ന് പോലീസ് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് ഈ അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇതൊക്കെയാണ്. ഒന്ന്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. രണ്ടാമത്തേത്, മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചു. ഈ 2 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ അല്ലു അർജുനെ എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സന്ധ്യ തിയേറ്റർ ഉടമകൾക്കെതിരെയും തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അല്ലു അർജുന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ടീം ഹെഡ് ചെയ്യുന്ന ആൾക്കെതിരെയും ആ ക്രൂ അംഗങ്ങൾ, ആ സമയത്ത് അല്ലു അർജുനൊപ്പം ഉണ്ടായിരുന്ന ക്രൂ അംഗങ്ങൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതി ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ആ കേസ് ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. കോടതി ഒരു ജാമ്യം അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലു അർജുന് കോടതിയെ സമീപിക്കാൻ കഴിയും.